മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കാൻ രാത്രി വൈകിയും സഹായം ചെയ്തത് സന്നദ്ധ സംഘടനകളാണ്. വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ ദുരന്തമുഖത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ ജനപ്രതിനിധികൾ പ്രശംസിച്ചു. ഒരു മഹാദുരന്തത്തിൽ മരിച്ച ആളുകളുടെ തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ ഒരു നാട്ടിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് വൈറ്റ് ഗാർഡ്. അതിൻ്റെ പ്രവർത്തകരാണ് എനിക്കൊപ്പമുള്ളത്. ഇന്ന് ഈ വൈകിയ രാത്രിയിലും ഇത്രയധികം പേര്, ഇവരൊന്നും ഈ നാട്ടുകാരെ അല്ലാത്ത ആളുകളൊക്കെ തന്നെയാണ്. എന്നിട്ടും അവർ വലിയ സന്നദ്ധരായി വന്നു. ആരുടെയും നിർബന്ധത്തിനല്ല, സ്വമേധയാ വന്ന ചെറുപ്പക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വന്ന് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അഴുകിയ നിലയിലൊക്കെയുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ സംസ്കരിക്കാനുള്ള ഏറ്റവും വലിയ കരുത്തായി നിന്നത് ഈ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകൻ്റെ ലീഡർ സിറാജ് പറമ്പിലുണ്ട്. സിറാജ്, എന്തുമാത്രം നിങ്ങൾ പ്രയാസപ്പെട്ടു അല്ലെങ്കിൽ എന്തുമാത്രം നിങ്ങൾ ഇതിനുവേണ്ടി സമയം ചെലവിട്ടു എന്നൊക്കെ ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾക്ക് ഈ സാമൂഹ്യ ബോധം ഇതിനുവേണ്ടി ഇറങ്ങണം എന്ന് തോന്നിയ ഒരു ഘട്ടത്തെക്കുറിച്ച് പറയും. ഞങ്ങൾ ഇത് സംഭവിച്ച ഉടനെ തന്നെ ഞങ്ങളെ ലീഡേഴ്സ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എത്രയും പെട്ടെന്ന് കുറച്ച് ആളുകൾ ഇവിടെ എത്തണം, വലിയൊരു ദുരന്തം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾ കേരള എല്ലാത്തിനും ഞങ്ങൾ മെസ്സേജ് കൊടുത്തു. കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ, ഏകദേശം ഒരു 100-300ഓളം വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ആ സമയത്ത് തന്നെ ഇവിടെ എത്തിപ്പെട്ടു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് 200-300 ആളുകൾ ഇവിടെ പോരാ, കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയത്. അതിന് വേണ്ടി ഞങ്ങൾ വിവരം കൊടുക്കുകയും അന്ന് മുതൽ 200-ലധികം പ്രവർത്തകർ, വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ വീട്ടിലൊന്നും പോയിട്ടൊന്നുമില്ല. കൈക്ക് അസുഖം പ്രശ്നമുണ്ടായിട്ടും വന്നൂലേ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഇവിടുന്ന് ഇറ്റാച്ചിയിൽ മരം മാറ്റുന്നതിനിടെ സംഭവിച്ച അതാണ്. പക്ഷേ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പ് ഉറക്കുന്നില്ല, കാരണം അത്രത്തോളം നമ്മുടെ കൂടപ്പിറപ്പുകൾ ഇവിടെ മണ്ണിനടിയിൽ കിടക്കുകയാണ്. അപ്പോൾ അവരൊന്ന് ചികഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ വണ്ടി കയറിയതാണ്. നിങ്ങളൊക്കെ എവിടെ നിന്നുള്ള ആളുകൾ? ജില്ല ഏത് ജില്ല? ഞാൻ കോഴിക്കോട് ജില്ല, സൗത്ത് മണ്ഡലം. കണ്ണൂർ ജില്ല. കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് എല്ലാം ഉണ്ട്. ആലപ്പുഴ ഉണ്ടായിരുന്നു, ഒരു നില പോയി. പാലക്കാട് ഉണ്ട്. ഇപ്പം അവിടെ ചുരൽമലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലേ? അവിടുത്തെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വലിയ വേദനാജനകമായ ദൃശ്യങ്ങളൊക്കെ ആയിരുന്നല്ലേ? ആദ്യം ഞങ്ങൾ പോയത് ഇവിടേക്കാണ് പോയത്, പോത്തുകല്ലിൽ. പോത്തുകല്ലിൽ ഞങ്ങൾക്ക് 17 ബോഡി കിട്ടിയിട്ടുണ്ട്. ഒക്കെ കഷ്ണങ്ങൾ 3 ബോഡിയാണ് ഫുൾ ബോഡി കിട്ടിയത്. ഭയങ്കര ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നല്ലോ. നമുക്ക് കടന്നു പോകാനൊക്കെ വലിയ ദുഷ്കരമായ വഴികളിലൂടെയൊക്കെയല്ലേ നമുക്ക് പോകേണ്ടി വന്നു. പ്രത്യേകിച്ചും ഈ താഴെ ഭാഗങ്ങൾ, നമ്മൾ സൂചി പറയുന്ന താഴോട്ടൊക്കെ ഉള്ള ഭാഗങ്ങൾ രാവെന്നോ പകലെന്നോ നോക്കാതെ ഇന്നലെ പോയത് 11:30-ക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇന്നും ഇത്ര നേരമായി. മിനിയാന്ന് അതേപോലെ ജീവൻ്റെ ഒരു തുടുപ്പ് അവിടെ അവശേഷിക്കുന്നു എന്നറിഞ്ഞ് തിരിച്ചു പോയി കുളിച്ച് മാറ്റി നിൽക്കുന്ന ആളുകൾ വീണ്ടും ടിപ്പറിൽ കയറി ഇവിടെ വന്ന് മേലെ വരെ പോയി. അപ്പം നമുക്കതൊരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു വന്നിട്ടുള്ള ആളുകൾ എല്ലാ ജില്ലക്കാരും ഉണ്ട്. ഇതിൽ ഒരാളുടെ ബാധ്യതയാണ്, നമ്മുടെ നാട്ടുകാരുടെ ബാധ്യതയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മാന്യമായി സംസ്കരിക്കുക എന്നുള്ളത്. എല്ലാ ശുശ്രൂഷകളും ചെയ്ത് ഇത്രത്തോളം എത്തിച്ച ഇവർക്ക് വയനാട്ടുകാർ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അതുപോലെ തന്നെ വീടുകൾ വൃത്തിയാക്കൽ, റോഡുകൾ പുനഃസ്ഥാപിക്കൽ, അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കൽ തുടങ്ങി ഭക്ഷണ വിതരണം വരെ വൈറ്റ് ഗാർഡ് ഏറ്റെടുത്തൊരു കാഴ്ചയാണ് വയനാട്ടിൽ കണ്ടത്. SK പ്രസാദിനൊപ്പം KC വിപിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.